ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലെ കോണളവ് എത്ര ഡിഗ്രി? ഒരു ക്ലോക്ക് തന്നിട്ടുണ്ട്. അതിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കുറേ സമയങ്ങൾ തന്നിട്ടുണ്ട്. 4:20, 6:30, 8:40, 3:15. ഇതിൻ്റെ കോണളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പോൾ 4 എന്ന് പറയുന്ന മണിക്കൂർ സൂചി, 20 എന്ന് പറയുന്ന മിനിറ്റ് സൂചി. അപ്പം 4ൻ്റെ 5 ഇരട്ടിയാണ് മിനിറ്റ് സൂചിയുടെ അളവ് വരുന്നത്. 4, 5, 20 അങ്ങനെയുള്ള കണക്കുകളിൽ മിനിറ്റ് സൂചിയുടെ പകുതി എടുത്ത കോണളവ് ആയി 6:30. 6, 5, 30. 6ൻ്റെ 5 ഇരട്ടിയാണ് മിനിറ്റ് സൂചിയുടെ അളവ് വരുന്നത്. അപ്പോൾ 30ൻ്റെ പകുതി എടുത്തു, 15 ഡിഗ്രി. 8:40. 5, 40. 8ൻ്റെ 5 ഇരട്ടിയാണ് മിനിറ്റ് സൂചിയുടെ അളവ് വരുന്നത്. അപ്പോൾ 40ൻ്റെ പകുതി എടുത്തു, 20 ഡിഗ്രി. 3:15. 3ൻ്റെ 5 ഇരട്ടിയാണ് മിനിറ്റ് സൂചിയുടെ അളവ് വരുന്നത്. 15ൻ്റെ പകുതി എടുത്തു, 7.5 ഡിഗ്രി. എല്ലാ കണക്കുകളിലും ഇങ്ങനെ ആയിരിക്കില്ല. മണിക്കൂർ സൂചിയോടൊപ്പം 5ൻ്റെ ഇരട്ടി വരുന്ന മിനിറ്റ് സൂചിയുടെ അളവിൽ മാത്രമേ മിനിറ്റിൻ്റെ പകുതി എടുക്കാൻ പറ്റുള്ളൂ. അടുത്തത്, സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 8 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എങ്കിൽ പലിശ നിരക്ക് എത്ര? ഇവിടെ കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ 100 എന്ന് പറയുന്ന മുഴുവൻ സംഖ്യനെ എടുത്ത് വർഷം തന്നിട്ടുണ്ട്, 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. 100 / 8 = 12.5%. നെക്സ്റ്റ്, സാധാരണ പലിശ നിരക്ക് 4% എത്ര വർഷം കൊണ്ട് ഒരു തുക ഇരട്ടിയാകും? മുന്നിലത്തെ കണക്കിൽ 8 വർഷം എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ, വർഷമാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെയും നമ്മൾ 100 എന്ന് പറയുന്ന മുഴുവൻ സംഖ്യനെ എടുത്തു. 100 / 4, അതായത് 4% 4 എടുത്തു. 25 വർഷം കൊണ്ട് ഇരട്ടിയാകും. തുടർച്ചയായ 11 ഇരട്ട സംഖ്യകളുടെ ശരാശരി 34 എങ്കിൽ അവയിൽ ചെറിയ സംഖ്യ ഏത്? അപ്പോൾ 11 ഇരട്ട സംഖ്യകളുടെ ശരാശരി 34 തന്നിട്ടുണ്ട്. തുടർച്ചയായ 11 ഇരട്ട സംഖ്യകളുടെ. അപ്പോൾ തുടർച്ചയായി എന്ന് പറയുമ്പോൾ മിഡിൽ ഓഫ് ദി നമ്പർ ആയിരിക്കും ശരാശരി. അപ്പോൾ 34ൻ്റെ ഫ്രണ്ടിലും 5 ഉണ്ടാകും, 34ൻ്റെ ബാക്കിലും എന്തുണ്ടാകും? 5 സംഖ്യ ഉണ്ടാകും. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് തുടർച്ചയായ ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഈ 2 വെച്ചിട്ടുള്ള കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ 5 × 2 10. 34ൽ നിന്നും 10 മൈനസ് ചെയ്താൽ ഫസ്റ്റത്തെ നമ്പർ നമുക്ക് കിട്ടും 24. അതേസമയം ഇത് തുടർച്ചയായ 11 ഇരട്ട സംഖ്യകളുടെ ശരാശരി 34. അവയിൽ വലിയ സംഖ്യ ചോദിക്കുകയാണെങ്കിൽ 34ൻ്റെ കൂടെ എന്ത് ചെയ്യണം? 10 കൂട്ടണം. അപ്പോൾ നമുക്ക് 44 എന്ന് പറയുന്ന നമ്പർ കിട്ടും.